അപ്പനും കുഞ്ഞു കുഞ്ഞു എന്ന ഈ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വ്ലോഗ് എന്ന് പറഞ്ഞാൽ കുഴൽ കിണറാണ്. അപ്പോൾ 2025 എങ്ങനെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും പിന്നെ എന്തൊക്കെ വേണം ഇതെല്ലാം നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് വിളിച്ച് സ്ഥലം കാണിച്ചായിരുന്നു. അപ്പോൾ സ്ഥലം കാണിച്ചതിന്റെ അന്ന് തന്നെ അവർ ഒരു 2000 ലിറ്റർ വെള്ളവും 6 ചണച്ചാക്കും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തലേന്ന് തന്നെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് തന്നെ അവർ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. വളരെയധികം സ്പീഡിൽ തന്നെയാണ് അവർ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ പിടിച്ചായിരുന്നു. അതിനനുസരിച്ച് അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതാണ് 1 മണിക്കൂർ പിടിച്ചത്. അവർ 1 മിനിറ്റ് പോലും ഇരിക്കുന്നതോ വെയിറ്റ് ചെയ്യുന്നതോ ഇല്ല. പെട്ടെന്ന് ഒരാൾ ഒന്നെടുത്തുകൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ മറ്റെടുത്ത് പെട്ടെന്ന് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇവർ മൊത്തം ടോട്ടൽ ഒരു 6 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർ വച്ച് കഴിക്കും നമ്മൾ ആഹാര സാധനം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞത് 2 കിലോ കോഴിയിറച്ചി വാങ്ങി കൊടുക്കാനാണ്. അപ്പോൾ അത് അവർ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഒരാൾ കുക്കിങ്ങും ബാക്കി 5 പേര് ഇവിടെ മിഷീനറി സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ വലിയ സമയമൊന്നും എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടോട്ടൽ ഒരു 1 മണിക്കൂർ എടുത്താണ്. പക്ഷെ അതിനനുസരിച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് അവർ ആദ്യം ഇടുന്നത് 8 ഇഞ്ചിന്റെ വിറ്റാണ്. 8 ഇഞ്ചിന്റെ വിറ്റ് അവർ ഇട്ടിട്ട് ഹോൾ ചെയ്തിട്ട് 8 ഇഞ്ചിന്റെ പൈപ്പ് ആദ്യം തന്നെ അവർ ഇറക്കും. അപ്പോൾ 8 ഇഞ്ചിന്റെ ഒരു 20 അടിയോളം അവർ താക്കുന്നുണ്ട്. പക്ഷെ 20 അടി താക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മുടെ കരയുടെ ഉറപ്പ് പോലെയാണ് നമ്മൾ താക്കേണ്ടത്. അതായത് 8 ഇഞ്ചിന്റെ നമുക്കൊരു 10 അടി ആയിരുന്നാലും മതിയാവും. നമ്മളൊരു 20 അടിയോളം ഏകദേശം താത്തിട്ടുണ്ട്. അപ്പോൾ 20 അടി താത്തിട്ട് അതിലുള്ള മണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഒരുപാട് മണ്ണ് പുറത്ത് വരുമെന്ന് വിചാരിക്കും. പക്ഷെ അത്രയ്ക്കൊന്നും മണ്ണ് വരത്തില്ല. എല്ലാം കൂടെ അടിച്ചു തീർന്നപ്പോൾ ഏകദേശം ഒരു 10 കുട്ടയ്ക്കുള്ള മണ്ണ് മാത്രം തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴത്തേക്കും ഈ ഹോള് ഏകദേശം ആയിട്ടുണ്ട്. അത് ബിറ്റ് അങ്ങ് താഴെ പോകും. നമ്മുടെ റാഡ് ചെറിയ റാഡാണ്. റാഡിന്റെ സൈസ് ഏകദേശം ഒരു 3.5 അടി 4 അടി അത്രേ വരത്തുള്ളൂ. അപ്പൊ റാഡ് ഓരോ ബിറ്റ് താന്ന് പോകും തോറും റാഡ് മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ 20 അടി അവർ താത്തിട്ട് ഇനിയിപ്പോൾ അടുത്ത് പൈപ്പ് ഇറക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതെല്ലാം പെട്ടെന്ന് തന്നെയാണ് നടക്കുന്നത്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ ഇത് പാറയായിരുന്നാലും മണ്ണായിരുന്നാലും 1 മണിക്കൂറിൽ 50 അടി താഴുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അതിലും കൂടുതൽ താഴ്ന്നതായിട്ടാണ് തോന്നിയത്. ഏകദേശം ഒരു 60-65 അടിയോളം 1 മണിക്കൂറിൽ താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന പണിക്കാരും വളരെ സ്പീഡിലാണ്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു കിണർ കുത്തിയിട്ട് വന്നവരാണ്. അതായത് അവർക്ക് റെസ്റ്റ് ഇല്ലാതെയാണ് അവർ വന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇതൊന്നും പണിയിൽ കാണുന്നില്ല. എല്ലാം നല്ല സ്പീഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. 2 തമിഴ്നാട്ടിലുള്ള വ്യക്തിയും 3 പേര് തമിഴ്നാട്ടിലുള്ള വ്യക്തിയും ബാക്കി ബംഗാളികളുമാണ് വന്നിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇതിൽ പൈപ്പ് ഇറക്കുന്നതാണ് 8 ഇഞ്ചിന്റെ പൈപ്പ് ഇറക്കാനാണ് ഏറ്റവും പാടുപെട്ടത്. ഇതിൽ 8 ഇഞ്ചിന്റെ പൈപ്പ് ഇറക്കാൻ തന്നെ ഏകദേശം ഒരു 15 മിനിറ്റ് പിടിച്ചായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആദ്യത്തെ പൈപ്പ് ഇറക്കിയത്. ഈ പൈപ്പ് ഇറക്കി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എല്ലാ പണിയും നടന്നിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പ് ഇറക്കാൻ്റെ സമയം കുറച്ച് കൂടുതലായിരുന്നു. അത് മിഷ്യൻ വെച്ചുകൊണ്ട് തന്നെ ഇറക്കുന്നതുകൊണ്ട് വളരെ പാടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് ചരിഞ്ഞാണ് പൈപ്പ് നിൽക്കുന്നത്. അതിനനുസരിച്ച് അവർ മിഷ്യനിൽ തന്നെ കെട്ടിയിട്ട് വലിച്ചതാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ താക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ ഒരുപാട് സമയം എടുത്തായിട്ട് എനിക്ക് തോന്നി. കുറഞ്ഞതൊരു അരമണിക്കൂറോളം ഇതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് നമ്മളെ ആദ്യത്തെ പൈപ്പ് താത്ത് ഒരു 1/2 അടി പൊക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിനെ സ്ക്രൂ ചെയ്തൊക്കെയാണ് ഇറക്കുന്നത്. അതിന്റെ അകത്തുള്ള പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അടി താത്തയിൽ അതിന്റെ അകത്ത് വീണ്ടും ഒരു 6 ഇഞ്ചിന്റെ പൈപ്പ് നമ്മൾ ഇറക്കുന്നുണ്ട്. 6 ഇഞ്ചിന്റെ പൈപ്പിന്റെ ഇതും ഇത്ര നമുക്ക് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇഞ്ച് നമ്മുടെ കരയുടെ തിക്നെസ് പോലെ ഇരിക്കും. ഇപ്പൊ മണ്ണിന്റെ ഉറപ്പ് പോലെയാണ് നമ്മൾ ഉറപ്പനുസരിച്ചാണ് ഇത് ഇറക്കണം. നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരയുടെ ഉറപ്പുണ്ടെങ്കിൽ ഒരു പൈപ്പ് ഇറക്കിയാലും മതി. അപ്പോൾ പൈപ്പ് ഇറക്കണ അനുസരിച്ച് നമുക്ക് റേറ്റിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇവിടെ ആദ്യം ഫിക്സഡ് റേറ്റാണ് പറഞ്ഞെങ്കിലും വ്യത്യാസം വന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോൾ അടിച്ചാണ് കാണുന്നത്. ഹോൾ അടിച്ച് നമ്മൾ ഏകദേശം 130 അടി ആയപ്പോൾ വെള്ളം ഇങ്ങോട്ട് പുറത്ത് വന്ന് തുടങ്ങി. 130 അടിയിൽ നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മൾ വീണ്ടും അതിനെ താച്ചിട്ടുണ്ട്. ഒരു 250 അടിയോളം നമ്മൾ താത്തിട്ടുണ്ട്. ഇപ്പോൾ 250 അടി അടിക്കാൻ നമുക്ക് റേറ്റ് വന്നിട്ടുള്ള ടോട്ടൽ 72,000 രൂപയാണ്. ആ 72,000 ഇതിൽ നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണയുടെ പൈസയും പിന്നെ ആഹാരം വാങ്ങിച്ചു കൊടുത്ത് ഇതെല്ലാം ഉൾപ്പെടെ ആണ് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ 72,000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഈ കുഴൽ കിണറിൽ നമുക്ക് ഉള്ള വീഡിയോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടുക. മറ്റുള്ളവരടുത്ത് എങ്ങനെയാണ് റേറ്റ് നിങ്ങൾ ചോദിച്ചതിന് ശേഷം ഇവരെ വിളിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വലിയ കൂടുതലായിട്ട് തോന്നിയില്ല. അതിനനുസരിച്ച് അവർ പണിയെടുത്തിട്ടുണ്ട്. ആ പൈപ്പിന്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ വന്നുള്ളൂ. പൈപ്പിന്റെ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഒരു 3,000-4,000 ചിലപ്പോൾ കുറഞ്ഞ് കിട്ടിയേനെ. അപ്പോൾ നല്ല ക്വാളിറ്റി പൈപ്പ് തന്നെയാണ് അവർ ഇറക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് തന്നെയാണ് ഈ ഇതിനോട്ട് താഴോട്ട് അടുത്ത് ഇറക്കുന്നത്. 4-5 പൈപ്പാണ് താഴോട്ട് ഇറക്കുന്നത് ബാക്കി ഭാഗങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് കുഴൽ കിണറിൽ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ 2000 ലിറ്റർ പറഞ്ഞെങ്കിൽ 2000 ലിറ്റർ വെള്ളം നമുക്ക് ആയിട്ടില്ല.
അതായത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ചേ ആവശ്യമുള്ളൂ, വെള്ളം കാണും മുന്നേ കുറച്ച് ആവശ്യം. അതായത് ഈ വെള്ളം തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് വെള്ളം വീഴ്ത്താൻ ആവശ്യമുള്ളത്. അപ്പോൾ ആ സമയം എത്ര വെള്ളം പോകുന്നു ആ വെള്ളം മാത്രമേ ചിലവാകും. നമുക്കൊരു 1000 ലിറ്റർ വെള്ളം ചിലവായിട്ടുള്ളൂ, ബാക്കി ഒരു 1000 ലിറ്റർ വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര തന്നെയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യുക. താങ്ക് യു.